ഹായ് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം കേട്ടോ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പായസമായിട്ടാണ്. പരിപ്പ് പ്രഥമൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പരിപ്പ് പ്രഥമൻ നമ്മൾ സാധാരണ ചെറുപയർ വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാറ്. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് നമ്മുടെ പരിപ്പ് വടയുടെ പരിപ്പ് കണ്ടിട്ടില്ലേ, കടലപ്പരിപ്പ് എന്ന് പറയും. ആ കടലപ്പരിപ്പ് കൊണ്ടാണ് ഇന്ന് ഞാൻ പായസം ഉണ്ടാക്കാൻ വന്നത്. കണ്ടോ, ഇങ്ങനത്തെ പരിപ്പ്, നമ്മൾ കടലപ്പരിപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പരിപ്പ്, അതുകൊണ്ടുള്ളൊരു പ്രഥമനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഓൾറെഡി ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. 3-ാം പാലിലാണ് ഇത് ഞാൻ വേവിച്ച് വെച്ചേക്കണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നന്നായി കഴുകി കുക്കറിൽ കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് ഈ പരിപ്പിനെ ഒന്ന് വറുത്തെടുക്കുക. നന്നായി വറുക്കണ്ട, ഒരു വിധം വറുത്തെടുത്ത് 3-ാം പാലിൽ കുക്കറിൽ പരിപ്പ് മൂടി നിൽക്കണ പോലെ പാലൊഴിച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഇത്. പിന്നെ വേണ്ടത് നമുക്ക് ചവ്വരിയാണ്. കണ്ടോ, ചവ്വരി പായസത്തിന് നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ എല്ലാവർക്കും അറിയാതെ ചവ്വരി. അത് കുതിർത്ത് വാലാൻ വെച്ചിട്ടുള്ള ചവ്വരിയാണ്. കുതിരണം കേട്ടോ, എന്നാലത് വേവുള്ളൂ. പിന്നെ ഒരു 1/2 കിലോ നമ്മുടെ ശർക്കര പാനിയാക്കിയത്. പിന്നെ 2 നാളികേരം ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ 1-ാം പാലാണിത്. പിന്നെ ഇത് 2-ാം പാല്. പിന്നെ ഞാൻ 3-ാം പാലിലാണ് ഈ പരിപ്പ് ഞാൻ വേവിച്ചു എന്ന് പറഞ്ഞില്ല, അത് 3-ാം പാലിലാണ് ഞാൻ വേവിച്ചിരിക്കുന്നത്. അങ്ങനെ വേവിച്ചാൽ കൂടുതൽ ടേസ്റ്റ് ആവും. ഇനി നമുക്ക് ഇത് തയ്യാറാക്കാൻ പോവാം. ഇപ്പോൾ ഇത് തിളച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് നാളികേരപ്പാൽ, 2-ാം പാലുണ്ടല്ലോ അതിൻ്റെ പാല് ഞാൻ കുറച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് വറ്റി കുറുകണം. വറ്റി കുറുകിയാലാണ് നമ്മൾ അങ്ങനെ കുറുകണ്ട, ഒരു പകുതി കുറുകാവുമ്പോൾ നമ്മൾ ചവ്വരി ഞാൻ കാട്ടി തന്നില്ലേ, അതിട്ടിട്ട് വേവിക്കണം. അത് നന്നായി വേവിക്കണ്ട, ചവ്വരി ഉടഞ്ഞു പോവാത്ത പോലെ നന്നായി കുതിർന്നതാണല്ലോ. ഓൾറെഡി പകുതി ഒരു കുക്ക് പോലെ ആയിട്ടുണ്ട് നമ്മൾ കുതിർത്തിയപ്പോൾ. അപ്പോൾ കുറച്ച് ഒന്ന് പകുതി വേവണ പോലെ ആക്കിയാൽ മതി. നന്നായി വെന്ത് കഴിഞ്ഞാൽ ഉടഞ്ഞു പോവും ചവ്വരി. അപ്പോൾ നമ്മളത് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ ശർക്കര പാനി ഒഴിച്ചിട്ടുണ്ട്. 2-ാം പാലിൻ്റെ കുറച്ച് ഒഴിച്ചിട്ട് ഇതേപോലെ ലൂസായിട്ട് എടുക്കണം. കണ്ടോ, പരിപ്പ് സ്വതവേ തണുത്ത് കഴിഞ്ഞാൽ ഭയങ്കര കട്ടയാവും. അപ്പോൾ നമ്മൾ അത്രയ്ക്ക് കുറുക്കി ഇങ്ങനെ പാകപ്പെടുത്തണ്ട. കുറച്ചാവുമ്പോൾ നമ്മൾ എടുത്ത് വാങ്ങി വെച്ചാൽ മതിയിട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം അതിൻ്റെ പാകം എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഇത് തിളക്കട്ടെ. ഇതിപ്പോൾ നന്നായി വറ്റി വന്നിട്ടുണ്ട്, കണ്ടോ, ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ശർക്കര പാനി ഒഴിക്കണം കേട്ടോ. നമ്മൾ ശർക്കര പാനി ഒഴിച്ചു. ഇതിലേക്ക് ഞാൻ കുറച്ച് ഒരു ബാലൻസിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് പുളിപ്പ് ഒരു 1/4 സ്പൂൺ ചേർത്തോ. അപ്പോൾ പഞ്ചസാര അല്ല ശർക്കര പാനി അത് ഒഴിച്ചു. എന്നിട്ട് കുറുകി ഒരുവിധം കുറുകി പോലെ അതിൻ്റെ. അപ്പോൾ ഇത് കുറുകിയാലും വല്ലാണ്ട് കട്ട ആക്കിയാലും നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ കൂടുതൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കട്ടിയാവുമ്പോൾ. എന്താണെന്ന് വെച്ചാൽ തണുക്കുമ്പോൾ ഇത് നല്ല കട്ടിയായി കുറുകി വരും. അപ്പോൾ തേങ്ങാപ്പാൽ ഒഴിക്കുമ്പോൾ വല്ലാണ്ട് വെള്ളമായെന്ന് വിചാരിച്ച് നിങ്ങൾ പേടിക്കാനൊന്നും പോകണ്ട. ഇത് തണുക്കുമ്പോൾ നല്ല കട്ടി കുറുന്നനെ വരും കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഇളക്കി ഈ ശർക്കര പാനി ഒന്ന് ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് തിളയ്ക്കും. തിളച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ 2-ാം പാൽ ഒഴിക്കണം കേട്ടോ. ഞാൻ തിളയ്ക്കാൻ വെയിറ്റ് ചെയ്യാണ്. 2-ാം പാൽ ഒഴിക്കാം കേട്ടോ. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കാൻ ഇനി നമ്മൾ ഒന്നും കൂടി തിളയ്ക്കാൻ കൊടുക്കണം. അപ്പോൾ ഞാൻ 2-ാം പാലാണ് ഒഴിക്കണത്. തേങ്ങാപ്പാലിൻ്റെ 2-ാം പാൽ ഞാൻ ഒഴിക്കാൻ പോകാം കേട്ടോ. നമ്മൾ ശർക്കര പാനിയാണ് നേരത്തെ വെച്ചത്, അത് ഞങ്ങൾക്ക് കാണിച്ചു തന്നത്. ഇപ്പോൾ ഇത് ശർക്കര പാനി ഒഴിച്ച് അതിന് ശേഷം ഇതെങ്ങനെ തിളപ്പിക്കണം. എല്ലാതും തിളച്ചതിന് ശേഷം അടുത്ത് ഒഴിക്കാൻ പാടുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ വേഗം പായസം നാശമാവും. നമ്മൾ എടുത്തേക്കുമ്പോൾ കുറച്ച് മണിക്കൂറുകൾ കഴിയുമ്പോൾ നാശമാവും. അപ്പോൾ എല്ലാതും ഇങ്ങനെ തിളച്ച് കുറുകിയതിന് ശേഷമാണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഓരോ സാധനങ്ങൾ അതിലേക്ക് വേണ്ടത് ഒഴിക്കേണ്ടത്. ഇനിയിപ്പോൾ ഇത് തിളച്ചു, ശർക്കര പാനി വെച്ച് തിളച്ചു. അപ്പോൾ ഞാൻ നമ്മുടെ 2-ാം പാൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇത് കടല പ്രഥമനാണ്, പായസമല്ല, കടല പ്രഥമൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ പ്രഥമനാവുമ്പോൾ നമ്മൾ പായസത്തിനേക്കാളും കുറച്ചും കൂടി കട്ടിയിൽ എടുക്കണത് കടല പ്രഥമൻ. കടല പായസമല്ല, കടല പ്രഥമനാണത്. അപ്പോൾ ഇത്തിരി ഒന്ന് കുറുകിയാണ് ഇതിൻ്റെ
ശരിക്കും ഇതിൻ്റെ പാകം അങ്ങനെയാണ് കേട്ടോ. ഇനി ഇത് ഒന്ന് തിളയ്ക്കണം. തിളച്ചതിന് ശേഷം നമ്മൾ ചവ്വരി ഇടണം കേട്ടോ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഇപ്പം നന്നായി തിളച്ചു കണ്ടോ. ഇപ്പം തിളയ്ക്കുമ്പോൾ നമ്മൾ ചവ്വരി ഇടാൻ പോകണം. ഈ ചവ്വരി ഒരു 100 ഗ്രാം ഉണ്ട് കേട്ടോ. അതാണ് ഞാൻ കുതിർത്തിയിട്ട് ഇത് വെച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് അധികം പെട്ടെന്ന് വേവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കുതിർത്തുന്നത് കേട്ടോ. ഈ ചവ്വരി ഇതിൽ കിടന്നൊന്ന് വേവണം കേട്ടോ. അധികം വേവിക്കണ്ട, നമ്മൾ കുതിർത്തി കാരണം അധികം വേവിക്കണ്ട, പൊടിഞ്ഞു പോവും. അപ്പോൾ ഒന്ന് തിളച്ചിട്ട് നമ്മളത് കയ്യിൽ ഇങ്ങനെ എടുത്ത് പാകം നോക്കുമ്പോൾ അതൊരു ജെല്ല് പോലെ അതിൻ്റെ. അപ്പോൾ ഇതൊരു വെളുത്ത ചോറുമറ്റ് പോലെ ഇരിക്കണേ, ഇതൊരു ജെല്ല് പോലെയാവും. അതാണ് അതിൻ്റെ പാകം. ഇതായിട്ടില്ല ഇപ്പോൾ കേട്ടോ. അതിൻ്റെ പാകമാകുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നന്നായി തിളച്ച് തുടങ്ങി. ചവ്വരി ഇട്ടിട്ട് ഇപ്പോൾ ചവ്വരിയൊക്കെ വെന്തു കേട്ടോ. ഇത് കാണുന്നില്ലേ നിങ്ങൾക്ക്? ചവ്വരി ജെല്ല് പോലെ ആയിട്ട് ഇരിക്കുന്നത് ഉണ്ടോ? ഇതുപോലെ ആവണം. ഇതുപോലെ ആയി കഴിഞ്ഞാൽ നമ്മളിഞ്ഞ് ഫൈനലായി അവസാനം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ 1-ാം പാല് നമ്മൾ ഒഴിക്കണം. ഉണ്ടോ? ഇത്രയ്ക്കും ലൂസ് ഉണ്ടാവണം. കാരണം ഇത് തണുക്കുമ്പോൾ വല്ലാണ്ട് കട്ടിയാവും, പാച്ചോറ് പോലെയാവും. അപ്പോൾ നമുക്ക് ഒരു രസം ഉണ്ടാവില്ലേ കുടിക്കാൻ. അപ്പോൾ ഈ ഇത്ര ഇതിൽ ലൂസിൽ നിങ്ങൾ നിർത്തിക്കോട്ടെ. ഇത്രയ്ക്ക് ലൂസ് വേണം, ഭയങ്കര കട്ടിയാക്കരുത്. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തത് ഇടാൻ പോണത് കുറച്ച് നാളികേര കൊത്തും കുറച്ച് കിസ്മിസും, അതായത് ഉണക്കമുന്തിരിയും കൂടി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാൻ ഇതിലേക്ക് ഇടാൻ പോവാണ് കേട്ടോ. ഉണ്ടോ? ഇനി ഞാൻ ഇടുന്നത് കുറച്ച് ഏലക്കായും നമ്മുടെ ചുക്കില്ലേ, ചുക്കും കൂടി ഞാൻ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പോൾ ഇതിലേക്ക് ഇടുന്നത്, ഒരു മണത്തിന് വേണ്ടിയിട്ടാട്ടോ. ഇത് തിളച്ചത് ഫസ്റ്റ് പാല് വെച്ചിട്ട് തിളയ്ക്കാൻ പാടില്ല. അങ്ങനെ ഒന്നങ്ങനെ ചൂടായി വന്നാൽ നമ്മൾ ഓഫ് ചെയ്യുക. ഇനി ഞാൻ നിങ്ങൾക്കിത് സെർവ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ കടല പ്രഥമൻ റെഡിയായി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മൾ സാധാരണ ചെറുപയർ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുക. ഇത് കടലപ്പരിപ്പ്, നമ്മുടെ പരിപ്പ് വട ഉണ്ടാക്കണ കടലപ്പരിപ്പ് കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കിയേക്കണേ. കടല പ്രഥമൻ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. അതുകൊണ്ട് എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ബൈ.